ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൈരളി ടൊയോട്ട 2024 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ബെസ്റ്റ് ഓഫറായിട്ട് എനിക്ക് തോന്നിയത് ടൈസറിന് കൊടുത്തിരിക്കുന്ന ഓഫറാണ്. 57,000 രൂപ വരെ ഓഫറിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. ടൊയോട്ടയുടെ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് ടൈസറിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടൈസറിൻ്റെ ടർബോ വേരിയൻറ്റുകൾക്ക് ഏകദേശം 71,000 രൂപ വരെ ഓഫറും നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ടൈസറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന ഒരു വേരിയൻറ്റ് ES+ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ്, അതുപോലെ മറ്റ് വേരിയൻറ്റുകളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൈസർ S+ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ES+ വേരിയൻ്റാണ്. S+ വേരിയൻറ്റിലെ ബെസ്റ്റ് കളർ എന്ന് വിളിക്കാവുന്നത് ഒന്ന് സിൽവർ കളറും മറ്റൊന്ന് വൈറ്റ് കളറുമാണ്. കാര്യം സിൽവർ ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് ഈ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടൈസറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റും ES+ വേരിയൻറ്റ് തന്നെയാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നമുക്ക് LED DRLs കൊടുത്തിരിക്കുന്നു. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ ടൊയോട്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിരിക്കുന്നു. അതൊരു സിൽവർ ഫിനിഷിൽ കാണാം. ആ ഗ്രില്ലിലെല്ലാം ഒരു ക്രോം ഇൻസെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെയിം ഡിസൈനിലുള്ള അലോയ് വീൽസ് തന്നെയാണ് ടോപ്പ് എൻഡിലും വരുന്നത്. അതൊരു ഡയമണ്ട് കട്ടാണെന്ന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ ഒരു ബ്ലാക്ക് ലാഡിങ് പോകുന്നത് കൊണ്ട് ഒരു SUV ലുക്കൊക്കെ തരും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ബ്ലാക്ക് ലാഡിങ് വശങ്ങളിലും റൂഫ് റെയിൽസും ഒരു ബ്ലാക്കിൽ വന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ആ ഒരു ബ്ലാക്ക് കളറിലെ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ഷാർപ്പിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഈ മിഡ് വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട്. അതിന് നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ടൊയോട്ടയുടെ ലോഗോ S+ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഈ സെൻട്രൽ കാണുന്ന കണക്റ്റഡ് ടൈലൈറ്റ് ഇത് ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഈ ഒരു പോർഷൻ ഇതാണ് നമുക്ക് LED ടൈലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെ ഇത് റിവേഴ്സ് ലൈറ്റും ഇത് 10 ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം. S+ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ബാക്കിൽ നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാക്കിൽ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ ഒരു പാർസൽ ട്രേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 60/40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്പെയർ വീലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള 195/60R16 ആയിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 308 ലിറ്ററിൻ്റെ ബൂട്ടാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, ഒരു സിൽവർ, പിന്നെ ഒരു ബേജ് കളർ എന്നുള്ള രീതിയിൽ ഡാർക്ക് ബേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ ഡോർ പാഡ് വരുന്നു. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട്. 4-ഡോർ പവർ വിൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് മാനുവൽ വേരിയൻ്റ് ആണെങ്കിലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കീ വരുന്നത് നമ്മൾ ടൊയോട്ടയിലും മാരുതിയിലൊക്കെ ബേസ് വേരിയൻറ്റിൽ കാണുന്ന ഒരു നോർമൽ കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ കീ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ലുക്കൊക്കെ തരുന്ന ഒരു ഇൻറ്റീരിയർ ആണ്. ഈ ലോഗോ അടച്ചു പിടിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫ്രോൺസ് ആണോ ടൈസർ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം ആണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ മാരുതിയുടെയും ടൊയോട്ടയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM അനലോഗായിട്ട് കൊടുത്തിരിക്കും. നല്ലൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. ഇതിനകത്തിപ്പോൾ 5 പേരുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ്, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് 20, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ മാരുതിയുടെയും ടൊയോട്ടയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സ്മാർട്ട് പ്ലേ പ്രോ എന്ന് വിളിക്കുന്ന മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 4 സ്പീക്കറാണ്. USB കണക്ട് ചെയ്ത് മ്യൂസിക് കാര്യങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള മ്യൂസിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നമ്മൾ വേണം ആക്സസറി ആയിട്ട് ചെയ്യണം. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു സെൻട്രൽ സ്ക്രീനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കാണാം. അതിന് താഴെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാവരും സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം തന്ന് ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ബേസ് വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മാനുവൽ ഗിയർ ലിവർ കാണാം. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. അത്യാവശ്യം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സ്പ്രിംഗ് ഡാറ്റയുടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിംഗ് IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസും ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ഗ്ലോ ബോക്സിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് പ്രത്യേകം എടുത്ത് പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് നമുക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡിലെല്ലാം ഒരു ഡ്യൂട്ടോൺ കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. നമുക്ക് ബാക്കിലേക്കുള്ള AC വെൻസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് തന്നെ യാത്രയുള്ള സ്പേസ് ടൈസറിൽ ലഭിക്കുന്നുണ്ട്. ടൈസർ S+ വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് S+ വേരിയൻറ്റ് വരെ 2 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. G and V ടോപ്പ് എൻ്റെ 2 വേരിയൻറ്റുകളിൽ 6 എയർ ബാഗും വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന S+ വേരിയൻറ്റിൽ 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് IMT ഗിയർ ബോക്സ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 22 km/ലിറ്ററൊക്കെയാണ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും. റിയൽ ലൈഫിൽ ഒരു 17-18 വരെയൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ബേസ് വേരിയൻ്റ് തൊട്ട് S+ വേരിയൻറ്റ് വരെ ഈ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും V and G ടോപ്പിൻ്റെ 2 വേരിയൻറ്റുകളിൽ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതൊരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. 100 HP അടുത്ത് പവർ തരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് ഗിയർ ബോക്സ് വരുന്നത്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്നതും നിയർ ബൈ 20 km/ലിറ്ററൊക്കെയാണ്. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് 14-15 അടുത്തൊക്കെയാണ് മൈലേജ് ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ടൈസർ നോക്കുന്നവർക്ക് ഈ S+ വേരിയൻറ്റ് ചൂസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ടൈസറിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്നത് ഈ S+ വേരിയൻ്റ് ആണ്. കാരണം ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. പിന്നെ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻറ്റുമാണ്. കൈരളി ടൊയോട്ടയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറിൽ ബെസ്റ്റ് ഓഫർ വന്നിരിക്കുന്നത് ടൈസറിനാണ്. ഇപ്പോൾ ടൈസറിൻ്റെ പ്രൈസ് നമ്മുടെ ഫ്രോങ്സിൻ്റെ പ്രൈസിനോട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ടൈസറിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് S+ വേരിയൻറ്റ് വരെ 57,500 രൂപ വരെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ടോപ്പിൻ്റെ 2 വേരിയൻറ്റുകൾ അതായത് ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റുകൾക്ക് 71,000 രൂപ വരെ ഓഫറും അവൈലബിൾ ആണ്. അഡീഷണലി നിങ്ങൾക്ക് ടൊയോട്ടയുടെ ഒരു വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ 50,000 രൂപ എക്സ്ചേഞ്ച് ഓഫറും, വേറെ ഏതെങ്കിലും വെഹിക്കിളുമായിട്ടാണ് ടൈസർ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 30,000 രൂപ വരെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ടൈസറിൻ്റെ ഈ ഒരു വേരിയൻറ്റിന് ഏകദേശം ഒരു 87,000 രൂപ വരെ ഓഫറും ടർബോ വേരിയൻറ്റിന് ഏകദേശം 1,00,000 രൂപ വരെ ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റിന് ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 8,78,000 രൂപയ്ക്ക് ടൈസറിൻ്റെ ഈ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് 9,41,000 ആണ്. ഇപ്പോൾ അത് 8,78,000 രൂപയ്ക്ക് ഇറക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വേരിയൻ്റായ S വേരിയൻറ്റ് തൊട്ടിട്ടാണ് നമ്മൾക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. AMT വേരിയൻറ്റിന് 10,35,000 രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ്. മാനുവൽ വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതിന് 9,75,000 രൂപ. അതായത് ബേസ് ഈ വേരിയൻറ്റും S വേരിയൻറ്റും തമ്മിൽ ഏകദേശം 1,00,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ എസ് ഒരു കാരണവശാലും എടുക്കരുത്. എസ്സിൽ ചെറിയൊരു പൈസയും കൂടി അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എസ് പ്ലസ് വേരിയൻ്റ് എടുക്കാം. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റ് ഈ എസ് പ്ലസ് വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റിൻ്റെ മാനുവൽ വേരിയൻറ്റ്, അതായത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ വേരിയൻറ്റിന് 10,87,000 രൂപയായിരുന്നു. ഇപ്പോൾ അതെല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് 10,18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഇതിൻ്റെ AMT വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,85,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളോടും കൂടി നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അഡീഷണലി നിങ്ങൾക്ക് വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 30,000 രൂപ അതർ ടൊയോട്ട വാഹനങ്ങൾക്കും ടൊയോട്ടയുടെ വാഹനങ്ങൾക്കും 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ്. ഇനി ടൈസറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ റോഡ് 14,99,000 രൂപ, അതായത് 15 ലക്ഷം രൂപയിൽ താഴെ പ്രൈസിന് നിങ്ങൾക്ക് ടൈസറിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ടൊയോട്ട ടൈസർ ലോഞ്ച് ചെയ്തതിന് ശേഷം ബെസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സീസണിലാണ്. അപ്പോൾ ടൈസർ മേടിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ജസ്റ്റ് പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇപ്പോൾ പല ആൾക്കാരെയും കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രോങ്സ് എടുക്കണോ ടൈസർ എടുക്കണോ, പ്രൈസിലുള്ള ഒരു ഡിഫറൻസ് കാരണം. വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ടൊയോട്ടയുടെ ഒരു ബ്രാൻഡ് വാല്യൂം ആ ഒരു സർവീസ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൈസറിലേക്ക് പോകാം. വലിയ എക്സ്പെൻസ് കാര്യങ്ങൾ അതിനകത്ത് മീൻസ് ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടൊയോട്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എറണാകുളത്തുള്ള കൈരളി ടൊയോട്ട നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.